ചെയ്യുകയും അക്രമം നടത്തുകയും ചെയ്ത അക്രമകാരികൾക്കെതിരായി നിയമപരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏററ്റം വരെയും പോകും. കാരണം ഇത് അക്രമത്തിനുള്ള പ്രഖ്യാപനമാണ്, പരസ്യമായ പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണം, ഇവിടെ ക്രമസമാധാനം നിലനിൽക്കണം. അതിനുള്ള ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയാണ് മുഖ്യമന്ത്രി. ഗൗരവത്തോടു കൂടി ഇത് ചെയ്യണം. പിന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഇന്നലെ അവിടുത്തെ ഉദ്ഘാടന വേളയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ് അതിന് വാഗ്ദാനം ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. രണ്ടാം ഘട്ട വികസനത്തിലും ഉദ്ഘാടനത്തിലുമൊക്കെ പ്രതിപക്ഷം പങ്കെടുത്തു, പൂർണ്ണമായി സഹകരിച്ചു. അവിടെ ഇന്നലെ ഇതിന്റെ എല്ലാം അവകാശവാദം ഉന്നയിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 2014 ഇത് തറക്കല്ലിടുന്നതിന്റെ ഉദ്ഘാടന കർമ്മം പ്രതിപക്ഷം അന്ന് ബഹിഷ്കരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്, ഇത് അഴിമതിയാണ്, കടൽ കൊള്ളയാണ് എന്ന് ആക്ഷേപിച്ച പദ്ധതിയാണ്. അതിനെയെല്ലാം മറികടന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായി അവിടെ ഇന്ന് ഉയർന്നു വന്നത്. അത് പറയാതിരിക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിക്ക് ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? അന്ന് ഇവർ ബഹിഷ്കരിച്ചതാണ്. അന്ന് ഇവർ പറഞ്ഞു 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ്. അത് പറഞ്ഞ മുഖ്യമന്ത്രി വന്നാണ് ഇന്നലെ വിഴിഞ്ഞത്തിന്റെ മുഴുവൻ അവകാശവാദം പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം. ഇതിന്റെ ഉദ്ഘാടന വേളയിൽ എന്നിട്ട് ഞങ്ങൾ 90% സ്ഥലം ഏറ്റെടുത്തു. അതിന്റെ 2014 മുമ്പ് ബാക്കി 10% സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. 2019 പൂർത്തിയാക്കേണ്ടത് 2024 പൂർത്തിയാക്കിയത്. 5 കൊല്ലം വൈകി. അതിനുശേഷം 2019 തന്നെ റോഡ് ഔട്ട്റീച്ച്, കാരണം തുറമുഖം വന്നാൽ പോലും ഇതെല്ലാം പുറത്തേക്ക് പോകണ്ടേ, കണ്ടെയ്നറെല്ലാം, അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 11 കൊല്ലമായി, 12ാമത്തെ കൊല്ലത്തിലേക്ക് വരികയാണ്. ഔട്ട്റീച്ച് റെയിൽവേ അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു, അത് പൂർത്തിയായിട്ടില്ല. അവിടെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവിടെ ഒരു മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാം, ഇതിലുള്ളതാണ്, എഗ്രിമെന്റിലുള്ളതാണ്. മത്സ്യ സംസ്കരണ പാർക്ക് നിർമ്മിക്കാം, ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഔട്ട്റിംഗ് റോഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. ഗ്രോത്ത് കോറിഡോർ ഉണ്ടാക്കാം, കാരണം ഇതിന്റെ വികസനം എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക. ഈ 6 കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗവൺമെന്റ്, ഒന്നും ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. 5000 കോടി രൂപ കൊടുത്തത് ആ എഗ്രിമെന്റ് പ്രകാരമുള്ളതാണ്, ഗവൺമെന്റിന്റെ ഷെയറാണ് അതെന്നുള്ളത്. എന്നിട്ട് പല കാര്യങ്ങളും വൈകിയിരിക്കുന്നു. എങ്കിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായും വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായൊരു തുറമുഖമാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. അനാവശ്യമായ അവകാശവാദമൊന്നും വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റിന്റെ ഒബ്ലിഗേഷനാണ്, ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ 6 കാര്യവും ഒന്നും ചെയ്തിട്ടില്ല. ഈ 6 കാര്യത്തിലും അതുകൂടി ചെയ്താലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ ആ വിഴിഞ്ഞം തുറമുഖം മാറുകയും അതങ്ങനെ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കണ്ണൂരത്തെ വിഷയത്തിൽ നിയമപരമായ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ചെയ്യും. നിയമപരമായ നടപടികൾ ഗവൺമെന്റും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും, ഉറപ്പായി സ്വീകരിക്കും. മറ്റൊന്ന്, ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ CPM ഒക്കെ തന്നെ പിന്നോട്ട് പോയി. അതിനിടയിൽ ഇപ്പോൾ ശ്രീധരൻ അതിവേഗ റെയിലുമായി വരികയാണ്. അതിൽ തന്നെ 9 മാസമെങ്കിലും എടുക്കും അതിന്റെ ആദ്യത്തെ ഒരു പ്രാഥമിക പഠനം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടൊരു നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ള ഒരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടെന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്ത് ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് എന്നിട്ട് ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട, അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിന്റെ പ്രപ്പോസൽ വരട്ടെ, അതിന്റെ DPR തയ്യാറാക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഘടകമായതിനു ശേഷം കേരളത്തിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി വേണം. ഇങ്ങനെ 30 അടി ഉയരത്തിലേക്ക് എംബാങ്ക്മെന്റ് ഒക്കെ പണിഞ്ഞു വെച്ച കേരളം ഇവിടെ പോകും, അത് അംഗീകരിക്കപ്പെട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് UDFന്റെ സബ് കമ്മിറ്റി വളരെ വിശദമായ വിദഗ്ധരുമായി പഠനം നടത്തിയതിനു ശേഷമാണത്. പ്രാക്ടിക്കൽ അല്ല, കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ ശരിവെച്ചില്ലേ. ഗവൺമെന്റ് തന്നെ അത് ഉപേക്ഷിച്ചു. ഗവൺമെന്റ് തന്നെ ഞങ്ങൾ സമരം ചെയ്ത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കിവിടെ അതിവേഗ റെയിൽ വേണ്ടെന്നുള്ളതല്ല. ഏത് നല്ല പ്രപ്പോസൽ വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും.
DPR വന്ന് വളരെ വിശദമായി അത് പഠിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞു. കാരണം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട്. ആ വളവുകൾ സ്ട്രെയിറ്റൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം, സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം. അതിനൊന്നും നമ്മളെതിരല്ല. സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഇപ്പൊ യാഥാർത്ഥ്യമായി. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. വരട്ടെ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാ എതിർക്കണം? വരട്ടെ. പുനർജനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഏത് അന്വേഷണവും വരട്ടെ, ഞാൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിനുശേഷം അല്ല, അത് പദ്ധതി എപ്പോഴും ഇങ്ങനെ പുതിയ വീടുകൾ തറക്കല്ലിട്ടും പുതിയ വീടുകൾ കൊടുത്തും ഒരു ഫ്ളാറ്റിന്റെ നിർമ്മാണം 4 വീടുകളുടെ ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നൊരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു വീടിന്റെ തറക്കല്ലിടും. നമ്മുടെ കയ്യിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ വരുന്നതനുസരിച്ചിട്ട് സഹായിക്കാനുള്ള സ്പോൺസർഷിപ്പും മറ്റും വരുന്നതനുസരിച്ചിട്ട് കൊടുക്കും. അത് പലരുടെയും സ്പോൺസർഷിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല കൊടുക്കുന്നത്. ഇവിടെ കരാറുകാരുണ്ട്, ലോക്കലായിട്ടുള്ള കരാറുകാരാണ്. അവർക്ക് പൈസ നേരിട്ടാണ് ഈ സ്പോൺസർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യും, അത് പരമാവധി ചെയ്യും. എൻ്റെ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് വരുമ്പോൾ പല രീതിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ രീതിയിലും സഹായമായിട്ട് മുമ്പോട്ട് പോകും. അതിന് ആരെങ്കിലും കേസ് കൊടുത്തോ മറ്റൊന്നും ഓർത്തോട്ട് ഞാനിത് വഴിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവരോട് ചെയ്യുന്ന ദ്രോഹമില്ലേ? ഞാൻ അത് നിർത്തിവെച്ചാൽ അത് ഇവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? ഇത് കംപ്ലീറ്റ് കണക്ക് നോക്കണം. 230 മീതെ ആയിട്ടുണ്ടെന്നാണ് എന്റെ കണക്ക്. 230 മീതെ. ഒരു 5-10 വ്യത്യാസം വരുള്ളൂ കറക്റ്റ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഈ അടുത്ത് തുടങ്ങിയിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്, വേറെ വീടുകളുണ്ട്. അതെല്ലാം കൂടി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ആരോപണം വന്നത്. ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ഈ പുനർജനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അതിന്റെ ഒരു കൃത്യമായ കണക്ക് എല്ലാം ഉണ്ടല്ലോ. പിന്നെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ആദ്യത്തെ മുതലുള്ള ആദ്യ ഒരു വിജിലൻസ് അന്വേഷണം നടന്നല്ലോ. ആദ്യ വിജിലൻസ് അന്വേഷണത്തിന്റെ അകത്ത് മുഴുവൻ കാര്യങ്ങൾ കൊടുത്താണ്. അങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്തത്. അന്വേഷിക്കാനൊന്നുമില്ല, അത് വളരെ കൃത്യമാണ്, കണക്കുകളെല്ലാം കൃത്യമാണ് എന്ന് പറഞ്ഞു. ഗവൺമെന്റിൽ പോയി ഗവൺമെന്റ് ഡ്രോപ്പ് ചെയ്താണ്. പിന്നെ ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പരാതി എഴുതി മേടിച്ചിട്ട് രണ്ടാമതൊരു അന്വേഷണം വെച്ചാണ്. അതിനുമുമ്പ് കോടതിയിൽ പോയിരുന്നു, സിംഗിൾ ബെഞ്ച് അത് തള്ളി. ഡിവിഷൻ ബെഞ്ചിൽ പോയിരുന്നു, ഡിവിഷൻ ബെഞ്ച് തള്ളി. അതിനുശേഷമാണ് വിജിലൻസ് കൊടുത്തത്. വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തി, അന്വേഷണം നടത്തി, ഒരു തെളിവില്ല എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് വീണ്ടും വിജിലൻസ് അന്വേഷണം, അത് പ്രതിപക്ഷ നേതാവായപ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ വീണ്ടും നടത്തി കഴിഞ്ഞപ്പോഴും 2 കാര്യത്തിലും ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്നും ഒരു FCRA ആക്ടിന്റെ വയലേഷൻ ഇല്ല എന്നും വിജിലൻസ് ഡയറക്ടർമാർ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാ. CBI തന്നെ, ഞാൻ തന്നെയാണല്ലോ നിയമസഭയിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇനി ഇതൊന്നും പോരാ, CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ചോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല, ഒരു പ്രശ്നമില്ല. ഈ വീട് ഒരു സ്പോൺസർഷിപ്പ് ആണെന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ ഇവർ എത്ര സ്പോൺസർഷിപ്പിലൂടെ വീട് വെച്ച് കൊടുത്തിട്ട് വീടുകളും മണപ്പാട്ട് ഫൗണ്ടേഷൻ അങ്ങനെയല്ല. ഇവിടെ നടക്കുന്ന പരിപാടികൾക്ക് ഇപ്പോ വ്യാപാരികൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തരാം. അവിടെ വന്നിരിക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ പണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ വ്യാപാരികൾക്കെല്ലാം ഞങ്ങളന്ന് വെള്ളം കയറിയ 1600ഓളം വ്യാപാരികളെ സഹായിച്ചു. അപ്പൊ അതിന് ചെക്കുകൾ അവിടെ തരും. ചെക്ക് കൊടുത്തിരിക്കുന്നതിന്റെ ID കാർഡിന്റെ കോപ്പി വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഉള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ട്. അതല്ലല്ലേ ഇതിന്റെ അകത്ത് വിഷയം. അതല്ലേ ഒരൊറ്റ കാര്യം, പദ്ധതിയിൽ BJP നേതാവ് ഇന്നലെ V രാജേഷ് നേരൊരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ കേന്ദ്രമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കേന്ദ്രം ഒരു 10% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തു, അത് തിരിച്ചു കൊടുക്കണമെന്ന് സർക്കാരോട് ആവശ്യപ്പെടുകയും. അല്ല, കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല 2014 ഈ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനം അനുവദിക്കേണ്ട പദ്ധതിയല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് ക്ലിയറൻസ് വേണമായിരുന്നു. ഇവരുടെ ഗവൺമെന്റ് അല്ല, UPA ഗവൺമെന്റാണ് എല്ലാ ക്ലിയറൻസും കൊടുത്തത്. ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മന്ത്രിമാര് പാരിസ്ഥിതിക ക്ലിയറൻസ് കൊടുക്കണം, ബാക്കിയുള്ള പോർട്ടിന്റെ ക്ലിയറൻസ് കൊടുക്കണം, പോർട്ട് അതോറിറ്റിയുടെ ക്ലിയറൻസ് വേണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് വേണം, ഡിഫൻസിന്റെ ക്ലിയറൻസ് വേണം, ഒരുപാട് ക്ലിയറൻസ്. അതെല്ലാം വാങ്ങിയെടുത്ത് 90% സ്ഥലവും അക്വയർ ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി ഇതിനെ കല്ലിട്ടത്. അതുകൊണ്ടല്ലേ നമ്മൾ ഏറ്റവും പ്രയാസകരമായ ഘട്ടം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കഴിഞ്ഞു. അപ്പൊ കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. കേന്ദ്രം എല്ലാത്തിനും അനുമതി നൽകിയിട്ടുണ്ട്. അത് ഇവര് പറയണ ഈ രാജേഷ് പറയണ കേന്ദ്രമല്ല, ഈ ഗവൺമെന്റ് അല്ല, പഴയ ഗവൺമെന്റാണ് സഹായിച്ചിട്ടുണ്ട്. ഇവര് ഈ പറഞ്ഞതുപോലെ അങ്ങ് ചോദിച്ചതുപോലെ ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ച് നമ്മൾ കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുകൂടി സഹായിക്കേണ്ടതാണ് ഇതിന്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായമാണ്. കാരണം പോർട്ടല്ലേ, പോർട്ടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
ഈ സ്വർണ്ണക്കൊള്ളയിൽ അകത്തുപോയവരൊക്കെ പുറത്തു വരികയാണ്, ജാമ്യം കിട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, SIT അതിൽ ഒരുപാട് പാളിച്ചകൾ വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് വരെ പുറത്തിറങ്ങും. അതിന് അർത്ഥം SITയുടെ മീതെ ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇടക്കാല ഇതുകൂടി കൊടുക്കാമായിരുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു, കുറ്റപത്രം കൊടുക്കാമായിരുന്നു. അതുപോലും കൊടുത്തിട്ടില്ല. ഇവര് പുറത്തിറങ്ങിയാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ? ഈ സ്വർണ്ണം എങ്ങോട്ടാ കൊണ്ടുപോയത്, ഈ ദ്വാരപാലക ശില്പം എവിടെയാണ് വിറ്റതെന്നുള്ളതിന്റെ എവിഡൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവര് പുറത്തു വന്നാൽ ഇവരിത് നശിപ്പിക്കൂലേ? തെളിവുകൾ നശിപ്പിക്കും പുറത്തു വന്നാൽ. അതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം കൊടുക്കാറുള്ളത്. ഇപ്പൊ കോടതിക്ക് പോലും നിവർത്തിയില്ല. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കൊടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷനല്ലേ. അതാ പ്രശ്നം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പയ്യന്നൂരിൽ CPIMന്റെ ഗുണ്ടായിസമാണെന്നും കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സംസാരിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശവാദം സർക്കാർ തട്ടിയെടുക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യാഥാർത്ഥ്യമാക്കിയതാണ് തുറമുഖം പദ്ധതി. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നലെ പിണറായി വിജയൻ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, അതിവേഗ റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സംസാരിച്ചിരുന്നു. റെയിൽപാത വരണമെന്നൊക്കെ തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. മാത്രമല്ല, പുനർജനി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു.